ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ, അതായത് കറുത്തപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശിയെക്കുറിച്ച് വിവരിക്കാം. മാർച്ച് 25-നും 26-നും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ടാണ് ഈ ഏകാദശി കടന്നു വന്നിരിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടുണ്ട് ഇത്തവണ പാപമോചിനി ഏകാദശി. അതായത് ഏകാദശിയുടെ തിഥി ആരംഭിക്കുന്നത് മാർച്ച് 25-ാം തീയതി വെളുപ്പിന് 5:25 മുതൽ മാർച്ച് 26-ാം തീയതി വെളുപ്പിന് 3:34 വരെയാണ്. അപ്പോൾ മാർച്ച് 25-നാണ് പൂർണ്ണമായും ഏകാദശി. ആ ദിവസം മുഴുവനുണ്ട്. എന്നാൽ വൈഷ്ണവ സമ്പ്രദായമനുസരിച്ച് ഏകാദശി ആചരിക്കുന്നത് മഹാദ്വാദശിയും ഏകാദശിയും കൂടി സമ്മേളിക്കുന്ന ആ ദിവസമാണ്. ദ്വാദശിയുടെ അംശം വരുന്ന ഏകാദശികളാണ് വൈഷ്ണവ ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതായത് അങ്ങനെയാണ് നാം ഏകാദശി ആചരിക്കുന്നത്. അപ്പോൾ അത് മാർച്ച് 26-ാം തീയതി ബുധനാഴ്ചയാണ്. ദ്വാദശിയും ഏകാദശിയും കൂടി ഒന്നിച്ചു വരുന്ന ദിവസം. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ അനുയോജ്യമായ ദിവസം, അതായത് അവനവൻ്റെ സൗകര്യമനുസരിച്ച് ആദ്യ ദിവസത്തിൽ എടുക്കാം. നമ്മുടെ കേരളം ഒഴിച്ചു മറ്റ് കേരളത്തിന് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ദിവസം മാത്രം ഏകാദശി, അതായത് മാർച്ച് 25-ന് മാത്രം വരുന്ന രാജ്യങ്ങളിൽ ആ ദിവസം തന്നെ ഏകാദശി ആചരിക്കാം. പിന്നെ നമ്മുടെ 2 ദിവസം വരുമ്പോൾ അടുത്ത ദിവസം, അതായത് ബുധനാഴ്ച ദിവസം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നവർക്കും 25-ാം തീയതി ഏകാദശി എടുക്കാം. നമ്മൾ 26-ന് എടുക്കുന്നവർ 25-നും ഏകാദശി പോലെ തന്നെ ധാന്യാഹാരങ്ങൾ കഴിക്കാതെ പ്രാർത്ഥനയോടിരുന്നാൽ അത്രയും നല്ലതാണ്. 24-ാം തീയതി ആണ് ദശമി വരുന്നത്. 25-ന് ഏകാദശി, 26-ന് ദ്വാദശി, അങ്ങനെയാണ് വരുന്നത്. എങ്കിലും ദ്വാദശിയുമായി ബന്ധപ്പെട്ട ഏകാദശിയാണ് എടുക്കേണ്ടത്. ഇത്രയും വിശദമായി പറഞ്ഞത് ഏകാദശി 2 ദിവസം വരുമ്പോഴുണ്ടാകുന്ന സംശയത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്. ഇത് പാപമോചിനി ഏകാദശി എന്ന് പറയാൻ കാരണം പാപങ്ങൾ, അതായത് ബ്രഹ്മഹത്യാദി പാപങ്ങൾ എന്ന് വെച്ചാൽ അമ്മയെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും അതുപോലെ ഗുരുസ്ഥാനീയരും മാതാപിതാക്കളും അതുപോലെ വളരെ ശുദ്ധ സാത്വിക ബ്രാഹ്മണരെയൊക്കെ ഉപദ്രവിക്കുകയും നമ്മുടെ ഗുരുക്കന്മാരുടെ സ്ഥാനമുള്ളവരെയൊക്കെ നിന്ദിക്കുകയും അവരിൽ നിന്നൊക്കെ ശാപം മേടിച്ച് വാങ്ങുകയൊക്കെ ചെയ്യുന്നതാണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ. അതുപോലെ ശിശുക്കളെ ഉപദ്രവിക്കുക, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ കൊല്ലുക, ഇതെല്ലാം ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ പെടുന്നതാണ്. ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയും പാപങ്ങളുടെ അറുതിയില്ലാത്ത അന്തമില്ലാത്ത ഒരു പരമ്പര തന്നെ നീളുകയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാപങ്ങൾ നാം ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമായി, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം നല്ല ഫലങ്ങൾ തന്നെ ആകണം അതിൻ്റെ കർമ്മഫലം എന്നില്ലല്ലോ. നമ്മൾ അജ്ഞാനത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നാം പല കർമ്മങ്ങളും മോശമായ കർമ്മങ്ങളിലൂടെ പാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും. അതാണ് നമ്മൾ ഈ ജന്മം രോഗമായും ശാരീരിക ബുദ്ധിമുട്ടുകളായും ദാരിദ്ര്യ ദുഃഖമായും സാമ്പത്തിക പരാധീനതയായും സന്താനമില്ലാത്ത അവസ്ഥയിലും സന്താനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ കൊണ്ട് ഉപയോഗം ഇല്ലാത്ത ദുഃഖം വരുന്ന അവസ്ഥയും നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥകളും അതുപോലെ നമുക്ക് സമയത്ത് നമ്മുടെ കുടുംബജീവിതം കൃത്യമായ രീതിയിൽ വിവാഹം നടക്കാതിരിക്കുക, നടന്നാൽ തന്നെ അത് നമുക്ക് ഗുണമല്ലാത്ത ജീവിതം നയിക്കേണ്ടി വരിക, മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോവുകയല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത പൂർവ്വജന്മത്തിലെയോ അല്ലെങ്കിൽ ഈ ജന്മം തന്നെ അറിഞ്ഞുകൂടാത്ത കാലങ്ങളിലൊക്കെ ചെയ്ത പാപങ്ങളുടെ ഫലമാകാം. സഞ്ചിത കർമ്മങ്ങളുടെ കർമ്മഫലം, അത് നന്മയും തിന്മയുമുണ്ട്. ആ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഈ മൃത്യുലോകമായ ഭൂമിയിലേക്ക് ഓരോ ആത്മാവും ശരീരം എടുത്തു വന്ന് ഇവിടെ വന്ന് നാടകമാടിയിട്ട് തിരികെ പോകുന്നത്.
അപ്പോൾ നാം ഇവിടെ നിന്ന് ആർജിക്കുന്നത് വീണ്ടും വീണ്ടും കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളിൽ ഇനിയും നമ്മൾ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെയും ചെയ്തിട്ടുള്ള പാപങ്ങളും നീങ്ങുവാൻ ഏറ്റവും ആ പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. ഇത് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണിത്. കാരണം ഇതിനെക്കുറിച്ചുള്ള ആ വ്രതമാഹാത്മ്യ കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ പ്രാധാന്യം. അപ്പോൾ ഏകാദശി സാധാരണഗതിയിൽ എങ്ങനെയെങ്കിലും അങ്ങ് എടുത്താൽ പോരാ, അതിന് ചിട്ടയോടുകൂടി, ഭഗവത് ധ്യാനത്തോടുകൂടി, ശുദ്ധിയോടുകൂടി, മനഃശുദ്ധി, ശരീരശുദ്ധി, ഗൃഹശുദ്ധി, എല്ലാ ശുദ്ധികളോടും കൂടി ആ വ്രതം എടുത്താൽ മാത്രമേ ഈ പറയുന്ന ഫലങ്ങൾ നമുക്ക് പൂർണ്ണമായി, ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് ആഗ്രഹമുള്ള ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ കർമ്മങ്ങൾ നിത്യേന ചെയ്യേണ്ടതെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ മാസത്തിൽ 2 തവണ ഏകാദശി വരുന്നത് നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ള അവസ്ഥയിൽ ഭഗവാനോട് അടുക്കുവാനുള്ള ഒരു സേവനമായി, സമർപ്പണമായി അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരാതിയും ഉണ്ടാവില്ല, ശരീരത്തിനും ഉണ്ടാകില്ല, മനസ്സിനും ഉണ്ടാകില്ല. ഏകാദശി ആദ്യമൊക്കെ എടുക്കുമ്പോഴാണ് ശരീരം നമ്മെ അലട്ടുന്നത്. കാരണം നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരുന്ന, വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിൽ നിന്നും ശരീരത്തിന് മാറ്റം വരുന്നു. ആഹാര രീതിക്ക്, സന്തോഷ രീതിക്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളിൽ നിന്നല്ല നമുക്കൊരു വ്യതിചലനം വരുന്നത് കൊണ്ട് ശരീരം അപ്പോഴൊക്കെ പരാതിപ്പെടും. എന്നാൽ ഏകാദശി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ശരീരത്തിനൊരു പരാതിയും ഉണ്ടാകില്ല. ശരീരം കുറെ കൂടെ സ്വസ്ഥമാകും. ഏകാദശി വ്രതം എടുക്കുന്നവരുടെ 2 ദിവസം ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ ശരീരത്തിനും കിട്ടുന്ന റെസ്റ്റ് അത് ശരീരം ആസ്വദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഏകാദശി വ്രതത്തിന്റെ വ്രതമാഹാത്മ്യ കഥയിലേക്ക് തന്നെ നമുക്ക് വരാം. ഇത് മാന്ധാതാവ് എന്ന് പറയുന്ന ഒരു മഹാചക്രവർത്തി ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതഖണ്ഡത്തിൽ വലിയൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു, അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന ആളായിരുന്നു ലോമേശ മഹർഷി, അതായത് ലോമേശ മുനി. അപ്പോൾ ഈ മാന്ധാതാവ് ചക്രവർത്തി ലോമേശ മഹർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി, നാം ഇത്രയും കാലം ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ ജന്മം, ഒരു പുതിയ ജീവിതം ആദ്യം തൊട്ട് തുടങ്ങുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, മരിച്ചതിന് ശേഷമല്ലല്ലോ നാം ഈ ബോധത്തോടെ ഇതൊക്കെ ചെയ്യേണ്ടത്, ഇപ്പോഴല്ലേ. അതിനെന്താണ് അതിനൊരു മാർഗം എന്ന് ഈ മാന്ധാതാവ് ചക്രവർത്തി ലോമേശ മഹർഷിയോട് ചോദിക്കുമ്പോൾ ആ മുനി കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയാമോ? ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി എടുക്കൂ. പാപമോചിനി ഏകാദശി എന്നതിന് പേര് വന്നത് പിന്നീടാണ്. ആ കൃഷ്ണപക്ഷ ഏകാദശി ചൈത്രമാസത്തിലെ എടുത്താൽ അത് പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായ മുക്തി ലഭിച്ച് നമ്മൾ വീണ്ടും സ്വസ്ഥതയുള്ള ജീവിതം, ഉന്നതമായ ചിന്തകൾ, ശ്രേഷ്ഠമായ പ്രവർത്തികൾ ഒക്കെയായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും ഇങ്ങനെ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആ ഒരു പാപങ്ങൾ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ് ജീവിതം ശുദ്ധീകരിക്കുവാനുള്ള ഒരു ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. ഇതിൻ്റെ വ്രതമാഹാത്മ്യ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഗന്ധർവന്മാരും യക്ഷ, കിന്നര, ഗന്ധർവ, അപ്സരസുകളൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന, സഞ്ചാരം നടത്തുന്ന ഒരു വനമായിരുന്നു ചൈത്രരഥം എന്ന് പറയുന്ന വനം. ആ വനത്തിൽ ഒരു മഹർഷി തൻ്റെ ആശ്രമമൊക്കെ കെട്ടി ജീവിക്കുന്നുണ്ടായിരുന്നു. ശവന മഹർഷിയുടെ മകനായ മേധാവി എന്ന മഹർഷിയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. അദ്ദേഹം അവിടെ ജീവിക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു കഠിനമായ ശിവഭക്തനായിരുന്നു. അപ്പോൾ ശിവഭഗവാന് മഹർഷിമാർക്ക് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ലാത്തതിനാൽ അവരുടെ കർമ്മം അവർ ആഗ്രഹിക്കുന്ന, അവരാചരിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന ദേവതയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി എന്തെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കഠിനമായി തപസ് അനുഷ്ഠിച്ച് ആ തപസ്സിന്റെ അനന്തരഫലമായി ദേവൻ അവരിൽ പ്രത്യക്ഷീകരിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഈ മേധാവി മഹർഷി ഉഗ്രമായ ഒരു തപസ് അങ്ങ് ആരംഭിച്ചു. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കഠിന തപസ്, മഹാശിവനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ. ക്ഷിപ്രപ്രസാദിയായ ശിവഭഗവാൻ തന്റെ ഭക്തരോട് ഏറ്റവും കാരുണ്യവും വാത്സല്യവുമുള്ള ആളാണ്. വളരെ വേഗം പ്രസാദിക്കുന്ന
ആ ശിവഭഗവാന്റെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഈ മേധാവി മഹർഷിക്ക് എന്ത് ആഗ്രഹമാണോ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നത് അത് സാധിച്ചു കിട്ടുമെന്ന് ദേവന്മാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ ദേവന്മാർ എപ്പോഴും, അതായത് ദേവന്മാരുടെ അധിപനായ ദേവേന്ദ്രൻ എന്ന പദവിയിൽ ഇരിക്കുന്ന ആളിന് മറ്റു മഹർഷിമാരോ ഭൂമിയിലെ ശ്രേഷ്ഠരായ ചക്രവർത്തിമാരോ രാജർഷികളോ ഒക്കെ തപസ് അനുഷ്ഠിക്കുമ്പോൾ ഒരു അങ്കലാപ്പുണ്ടാകും. ഇത് ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കുമ്പോൾ ആ ദേവത അല്ലെങ്കിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഇനി ദേവലോകത്തിന്റെ അധിപതിയാകുവാനുള്ള ആഗ്രഹമാണോ അവരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ദേവന്മാരുടെ സമമോ അതിനും മുകളിൽ എത്തുവാനുള്ളതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തായാലും കഠിന തപസ് അനുഷ്ഠിക്കുന്ന ഭക്തന്റെ മുന്നിൽ ആ ദേവൻ പ്രസാദിച്ചിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ ഭഗവത് സേവയും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ്. നമ്മൾ പറയും, നമ്മൾ ഇത്രയും കാലവും നമ്മൾ ഭഗവത് സേവ ചെയ്തിട്ടും നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവർ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഒരു ചെറിയ ജോലി, ഒരു ചെറിയ സേവനം, ഒരു ചെറിയ സമർപ്പണം ചെയ്താൽ പോലും ഭഗവാൻ അത് നമ്മളോട് കടപ്പെടുകയില്ല. ഇപ്പൊ നമ്മൾ ഭഗവാന് 10 രൂപ കൊടുത്തു, അപ്പോൾ ഭഗവാൻ എനിക്ക് 10 തന്നുള്ളൂ, ഒരു 10,000 രൂപ തരട്ടെ എന്ന് വിചാരിച്ചിരിക്കില്ല. ഭഗവാൻ നമുക്ക് ഉള്ളതിൽ നിന്ന് നമ്മൾ സന്തോഷമായി കൊടുക്കുമ്പോൾ കൊടുക്കുന്ന കാശിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാനിന് വേണ്ടി നാം ചെയ്യുന്ന ഓരോ സമർപ്പണവും, ഭക്തിയിൽ നാം ചെയ്യുന്ന ഓരോ ഭക്തി പുഷ്പാഞ്ജലികളും, നമ്മൾ മനസ്സിൽ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെ പുഷ്പാഞ്ജലിയായിട്ട് നമ്മൾ മാനസ പൂജയായി ചെയ്താൽ പോലും ആ മാനസ പൂജയ്ക്കാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ നാം ഭഗവാന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു, അല്ലെ എത്ര ചെയ്യുന്നു, കഷ്ടപ്പാടെന്നൊന്നും പറയാൻ ഇതിനെ പാടില്ല. എത്ര സേവ ഭഗവാന് വേണ്ടി ചെയ്യുന്നോ അതിന് ഭഗവാൻ നമ്മളോട് ഒരുപാട് അതിന്റെ ഒരു 1000 ഇരട്ടി നമുക്ക് തരും ഭഗവാൻ. നമ്മളൊരു ചെറുതായിട്ട് ഭഗവാനെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനിലേക്ക് വന്നാൽ തന്നെ ഭഗവാൻ നമുക്ക് ആ ഒരു വഴി തെളിച്ച് നേരിട്ട് തരും. അല്ലാതെ ഒരിക്കലും മനുഷ്യരോട് കടപ്പെടുന്നവനല്ല ഭഗവാൻ. ഭഗവാനോടാണ് മനുഷ്യർ കടപ്പെടുന്നത്. നമുക്ക് തന്നിരിക്കുന്ന അനന്തമായിട്ടുള്ള എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഭഗവാനോട് ആ കടപ്പാടൊക്കെ തീർക്കുന്നത്? ജനിച്ച് ഓർമ്മയായ ശേഷം ഇന്ന ദിവസം വരെ നമ്മെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ആപത്തില്ലാതെ തലമുറകളെ രക്ഷിച്ച്, കുടുംബത്തെ രക്ഷിച്ച്, സമൂഹത്തെ രക്ഷിച്ച്, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ സമ്പന്നമാക്കി നമ്മളെ കൊണ്ടുവരുന്ന ഭഗവാനെ നമ്മൾ ഏത് വിധത്തിലാണ് തിരിച്ച് കടപ്പെടേണ്ടത്, ആ കടപ്പാട് തീർക്കേണ്ടത്? അപ്പോൾ നമ്മോട് ഭഗവാൻ ഒരിക്കലും മനുഷ്യരോട് കടപ്പെടുകയല്ല, മനുഷ്യർ ഭഗവാനോടാണ് കടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ മഹർഷിയുടെ മുന്നിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടാൽ ആ മഹർഷിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമല്ലോ എന്ന് കരുതി ദേവേന്ദ്രന്റെ ആജ്ഞപ്രകാരം ഒരു മധുഘോഷ എന്ന് പറയുന്ന ഒരു അപ്സരസിനെ ഈ മേധാവി മഹർഷി തപസ്സനുഷ്ഠിക്കുന്ന വനത്തിലേക്ക്, ചൈത്രരഥം എന്ന വനത്തിലേക്ക് വിടുകയാണ് ദേവന്മാർ ചെയ്തത്. അവിടെ ചെന്നു കഴിഞ്ഞ് നമ്മുടെ വിശ്വാമിത്ര മഹർഷിയുടെ തപസ് ഇളക്കുവാൻ മേനക വന്നതും ഒക്കെ നമുക്ക് പുരാണത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ വിടുന്നത്? അപ്സര സ്ത്രീകൾ വളരെ ചതുരകളാണ്, അപാര സൗന്ദര്യത്തിനുടമകളാണ്. അവർക്ക് സംഗീതം നന്നായി അറിയാം, വളരെ വളരെ സ്വീറ്റായിട്ടുള്ള വോയിസാണ് അവരുടേത്. അതുപോലെ തന്നെ നൃത്തം, ആ സംഗീത നൃത്തം, വാദ്യ ഉപകരണങ്ങൾ, വീണ വായിക്കുക, മൃദംഗം വായിക്കുക, അങ്ങനെയുള്ള എല്ലാ വാദ്യ ഉപകരണങ്ങൾ വായിക്കുവാനും സംഗീതം, വായ്പാട്ട് മനോഹരമായി പാടുവാനും എല്ലാം, നൃത്തച്ചുവടുകൾ വയ്ക്കുവാനും പിന്നെ അവരുടെ സൗന്ദര്യം കൊണ്ട് ആരെയും വശീകരിക്കുവാനും സർവാംഗമോഹിനിമാരായ സുന്ദരിമാരാണ് അപ്സരസുകൾ. ആ അപ്സരസിലെ ഒരാളായിട്ടുള്ള മധുഘോഷ എന്ന അപ്സരസിനെ ഈ മേധാവി മഹർഷിയുടെ അരികിലേക്ക് വിടുന്നു. അവർ വളരെ അകലെ, മഹർഷിയുടെ അടുത്തെങ്ങുമല്ല, വളരെ അകലെ ഇരുന്നു കൊണ്ട് വീണ മീട്ടുകയും പാട്ടുപാടുകയും നൃത്തച്ചുവടുകൾ വയ്ക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അനേക ദിവസങ്ങൾ, അനേക കാലം തന്നെ അവർ അവിടെ ജീവിച്ചു. ഈ മഹർഷിയെ ഒന്ന് തപസ്സിൽ നിന്ന് ഇളക്കുവാൻ,
ഇന്ദ്രിയ അനുഭവങ്ങളിലേക്ക് മഹർഷിയെ കൊണ്ടുവരുവാൻ വേണ്ടി. തപസ്സനുഷ്ഠിക്കുന്ന മഹർഷി എല്ലായ്പ്പോഴും ഒരു നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരിക്കുകയല്ലോ. അദ്ദേഹം സാധാരണഗതിയിലേക്ക് സാധാരണ ചെയ്യുന്ന നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ പെൺകുട്ടിയെ, സുന്ദരിയായ കന്യകയെ പല പല നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. തനിക്ക് വേണ്ടി ആ ഘോര വനത്തിൽ തന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ആ മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെടുകയും മഹർഷിയുടെ മനസ്സ് ചെറിയ ചാഞ്ചാട്ടം സംഭവിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ മഹർഷിയുടെ മനസ്സ് പൂർണ്ണമായി ഭഗവാനിൽ നിലയുറച്ച് വന്ന് പൂർണ്ണമായി അതിൽ നിന്നൊരു ചാഞ്ചാട്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ മുന്നിൽ ഏത് അപ്സരസ് നിന്ന് നൃത്തം ചെയ്താലും, നമ്മളുടെ മുന്നിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുവച്ചാലും, നമ്മെ എന്ത് കൊണ്ടുവന്നാലും നമുക്ക് പ്രലോഭനങ്ങളിൽ വീഴില്ല. കാരണം മനസ്സ് അത്രയും ദൃഢമായി കഴിഞ്ഞാൽ. ഈ ദൃഢമാകുന്നതിന് മുമ്പുള്ള ചഞ്ചലമായ ഒരു ചിത്തത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് പ്രലോഭനങ്ങളിൽ ഒക്കെ നമ്മളെ പെടുത്താം. ആർക്കും, നമ്മുടെ പ്രകൃതി ശക്തികൾക്ക് പോലും ഈ പരിസ്ഥിതിയിൽ, പ്രകൃതിയിൽ തന്നെയുണ്ട് നെഗറ്റീവ് ഫോഴ്സസ്. അതാണ് നാം ഈ ഭക്തി സേവനത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ പാതയിലേക്ക് സഞ്ചരിക്കുന്ന പലരെയും പിന്നോക്കം വലിക്കുവാനും മറ്റ് ആ ഭക്തിയിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ അധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ ചിലർ ചെയ്യുന്നത്. കാരണം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭക്തി സേവനത്തിലേക്ക് മുന്നോട്ട് കടന്നു പോവുക എന്ന് പറയുന്ന ആദ്യകാലത്ത് ഒരു വലിയൊരു റിസ്ക്കാണ്, വലിയൊരു പ്രശ്നമാണ്. അതിനെ ഒന്ന് തരണം ചെയ്തിട്ട് സ്റ്റേബിളായിട്ട് ഒരിടത്ത് എത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സാണ്. ആദ്യകാലങ്ങളിൽ ധാരാളം അങ്ങനെയുള്ള നമ്മളൊരു ചെളി നിറഞ്ഞ ഒരു വഴിയിലൂടെ പോകുമ്പോൾ സ്ലിപ്പായിപ്പോട്ട് നമ്മുടെ കാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണു പോകുന്ന പോലെ, നമ്മൾ ചരിഞ്ഞു വീഴുന്ന പോലെ ഒരു വഴുക്കൻ ഒരു യാത്രയാണ് ഈ ഭക്തിയുടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തിയിൽ തന്നെ ഉറച്ചു മുന്നോട്ട് വരുന്ന ഒരു അവസരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ആ മഹർഷിയെ ഒരു കന്യക വന്ന് പ്രലോഭിപ്പിച്ചു. അതുപോലെ ധാരാളം നെഗറ്റീവ് ശക്തികൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മൾ ആ പോസിറ്റീവ് ശക്തിയിലേക്ക് പോകുമ്പോൾ ഈ നെഗറ്റീവ് ഫോഴ്സ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ യാത്ര ആ പോസിറ്റീവിലേക്ക് തന്നെ, ആ ഭഗവാനിലേക്ക് തന്നെയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അവിടെ തന്നെയാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ അവിടെ എത്തിച്ചേരും എന്ന ദൃഢവിശ്വാസത്തോടുകൂടി മനസ്സിൽ ഭഗവാനെ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെളി വരമ്പിലൂടെ നടക്കുന്ന അവസ്ഥ വരില്ല. നമ്മളെ ഒരു നെഗറ്റീവ് ശക്തിക്കും നമ്മളെ അതിലേക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയില്ല. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മായാ പ്രകൃതിയാണ്. ഈ പ്രകൃതീശ്വരിയായ ദേവി നമുക്ക് തരുന്ന ഒരു ടാസ്ക്കാണ്. സത്യത്തിൽ നമ്മൾ വിചാരിക്കുമോ ഞാനൊരു ഈശ്വരചിന്ത ജീവിച്ചിട്ട് ഒരു വലിയ പാപം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണോ, ശരിയാണോ, എനിക്കിത് ശരിയായിരുന്നോ എന്നൊക്കെ തോന്നുന്ന ധാരാളം കർമ്മങ്ങൾ നാം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് തന്നെ പിന്തിരിഞ്ഞ് ചിന്തിക്കുമോ ഇത് ഞാൻ ഒട്ടും ചെയ്തത് ശരിയായില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ശരിയാകാത്തതും ശരിയായതും ഒക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നത്? ഇത് നമുക്ക് വെറുതെ തോന്നുകയാണ്. ഭഗവാനും അല്ലെ മായാപ്രകൃതിയായ ദേവിയും നമ്മളെ ഓരോരുത്തരത്ത് കൊണ്ട് ചാടിക്കുന്നതാണ്. ആ ചാട്ടത്തിൽ നിന്ന് പിന്നീട് കരകയറിയിട്ട് വീണ്ടും വന്നപടി തന്നെ നമ്മൾ പിന്നീടും കരകയറി പോകും. അപ്പോൾ അതെല്ലാം ഈ പ്രകൃതിയുടെ താളത്തിൽ നമുക്ക് തരുന്ന ഒരു ടെസ്റ്റ്, പരീക്ഷകളാണ്. നമ്മൾ അതിൽ പെട്ട് കിടക്കുമോ, അതിൽ നിന്ന് മുന്നോട്ട് പോകുമോ എന്നറിയാൻ. വില്ലുമംഗലം സ്വാമിയാരുടെ ജീവചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ സ്വാമിയാർ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണാൻ വേണ്ടി നദി ഘോരമായി മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ വരുന്ന ആ നദിയിലൂടെ ഒഴുകി വന്ന ഒരു വലിയ തടിക്കഷ്ണമാണെന്ന് കരുതി ഒരു മൃതദേഹത്തെ കയറി പിടിച്ച് നീന്തി മറുകര എത്തി ആ സ്ത്രീയുടെ വീട്ടിൽ പോയ ആളാണ്. അപ്പോൾ ആ സ്ത്രീയാണ് പിന്നീട് അദ്ദേഹത്തിന് ഗുരുവായി തീർന്നത്, അവരുടെ വാക്കുകൾ. അപ്പോൾ ഇത്രയും എന്നോട് കാണിക്കുന്ന ഈ ആവേശം, എന്നെ കാണാൻ വേണ്ടി അങ്ങ് കാണിച്ച ഈ ആവേശം ഭഗവാനോട് കാണിച്ചിരുന്നെങ്കിൽ അങ്ങ് എത്ര വലിയ ആളായി മാറിയേനെ, ഭഗവാൻ എത്രയും പ്രിയങ്കരനായേനെ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അവർ യഥാർത്ഥത്തിൽ ഒരു ഭഗവത് ഭക്തയാണ്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവർ വരുന്ന പുരുഷനെ സ്നേഹത്തോടെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയേനെ. അപ്പോൾ ഭക്തിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയൂ ആരോടും.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള താളപ്പിഴൽ ജീവിതത്തിൽ ഉള്ളവരും ഉണ്ടായവരും ഉണ്ടാകാനിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ചൊല്ലിയോ ഞാൻ ഇങ്ങനെയൊക്കെ പറ്റി, അങ്ങനെ പോയി, ഇങ്ങനെ പറ്റി എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കരുത്. ഈ മായ നമ്മളെ ഇട്ട് കറക്കുന്നതാണ്. പക്ഷേ ഈ മായയുടെ പിടിയിൽ നിന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മുക്തരാകും. നമ്മളെ ഇട്ട് കറക്കാനൊന്നും നമ്മൾ പിന്നീട് ദേവിക്ക് പറ്റില്ല. ദേവി വിചാരിക്കും ഇവളെ ഒന്നും പിടിച്ചിട്ടൊരു കാര്യമില്ല, ഇവൾ നേരെ ഭഗവാന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുറകിന് നടന്നിട്ടെങ്കിൽ ഒരു കാര്യവും വരുന്നില്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദേവിക്ക് മനസ്സിലാകും. പിന്നെ ദേവി നമ്മളെ വെറുതെ വിടും. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ യാത്രയ്ക്കിടയിൽ ഭഗവാന് നമ്മളേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആരും ഒരു ശല്യത്തിനും ഒരു ഡിസ്റ്റർബൻസിനും ആരും വരില്ല. നമ്മളും എങ്ങും പോയില്ല. നമ്മളുടെ മനസ്സ് വളരെ പ്യൂരിഫൈ ചെയ്ത മനസ്സാവും. നമ്മളിലേക്ക് ഒരു അഴുക്കും പിന്നെ കടന്നു വരില്ല. നമ്മൾ വളരെ ശ്രേഷ്ഠ ചിന്തകളോടെ ഉന്നതമായിട്ടുള്ള ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ജീവിതത്തിന് ഉടമകളായി നമ്മൾ മാറും. ആദ്യകാലങ്ങളിലാണ് ഈ മഹർഷിമാർക്കൊക്കെ പറ്റുന്ന പോലെ. മഹർഷിമാരെന്ന് പറയുന്നത് നമ്മെപ്പോലെ ഗൃഹസ്ഥാശ്രമികളല്ല. അവരുടെ കർമ്മങ്ങളല്ല, അവർക്ക് ഗാർഹസ്ഥ്യമില്ലാതെ സന്യാസത്തിലേക്ക് പോയി അവരതിനു വേണ്ടിയിട്ട് തന്നെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ വനങ്ങളിലും ആശ്രമങ്ങളിലും മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ദേവന്മാര് അപ്സരസുകളെയൊക്കെ വിട്ട് പിന്തിരിപ്പിക്കുന്നത്. നമ്മുടെ മഹാനായ രവീന്ദ്രനാഥ ടാഗോർ ഒരു മഹർഷീശ്വരനായിട്ട് ജീവിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് ഈ ഭഗവാനിലേക്ക് വരുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ മനസ്സൊക്കെ ചീത്തയായി പോയിട്ട് നമ്മൾ ഈ ഭക്തിയൊക്കെ വിട്ടിട്ട് നമ്മൾ വേറെ രൂപത്തിലൊക്കെ പോയിട്ട് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ പോയ വഴി ശരിയായില്ലല്ലോ എന്ന്. അപ്പോൾ അതവിടെ ഉപേക്ഷിക്കും, വീണ്ടും ഭഗവാനിലേക്ക് തന്നെ വരും. അങ്ങനെ കഴുകി ശുദ്ധമായി കഴിയുമ്പോൾ പിന്നെ ഇനിയും കഴുകാനൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഭഗവാൻ നമ്മളെ നേരിട്ടെടുക്കും. അപ്പോൾ നമ്മൾ മേധാവി മഹർഷിയുടെ ജീവിതത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ ഈ പെൺകുട്ടിയിൽ, ഈ സുന്ദരിയായ കന്യകയിൽ മഹർഷി എന്തിനു പറയുന്നു? അവളിൽ അനുരുക്തയായി അവൾ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ നിന്ന പെൺകുട്ടിയല്ലേ. അങ്ങനെ അവരൊന്നിച്ച് ജീവിച്ചു. അങ്ങനെ അനേക കാലം ജീവിച്ചു. ഈ അപ്സരസിന് കുറച്ച് കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ച് അവരുടെ ലോകത്തേക്ക് തന്നെ, യക്ഷ കിന്നര ഗന്ധർവ അപ്സരസുകളുടെയൊക്കെ ലോകമുണ്ട്, അവിടേക്ക് തന്നെ പോകണം. ആ കാലഘട്ടം അത് വല്ല 2-3 ദിവസം അങ്ങനെ ആകാം. അത് പക്ഷെ ഭൂമിയിൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളാകും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് തിരികെ പോകേണ്ട സമയമായി. അങ്ങനെ പോകേണ്ട സമയമായപ്പോൾ മഹർഷിയോട് പല ആവർത്തി പറഞ്ഞു, എനിക്ക് പോകണം മഹർഷി, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. അതുവരെ അവർ വളരെ സന്തോഷമായി ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ മഹർഷിക്ക് ആ കുട്ടിയെ വിടാൻ പറ്റുന്നില്ല. അവസാനം മഹർഷിയോട് ചോദിച്ചു, ഇത്രയും കാലം അങ്ങ് എത്ര കാലം എന്നോടൊപ്പം ജീവിച്ചു എന്ന് അങ്ങക്ക് വല്ല പിടിയുണ്ടോ? ഇത്രയും കാലം അങ്ങ് എന്നോടൊപ്പം ജീവിച്ചിട്ടും അങ്ങേക്ക് എന്നോടുള്ള ആ ഒരു പ്രേമം, ആസക്തി കഴിഞ്ഞില്ലേ എന്ന് ഈ പെൺകുട്ടി ചോദിക്കുമ്പോൾ മഹർഷി അപ്പോഴാണ് ആ ഒരു സ്ഥലകാല ബോധം തന്നെ ഉണ്ടായത്, സമയബോധമുണ്ടായത്. എത്ര കാലമാണ് ഞാൻ ഈ കുട്ടിയോടൊത്ത് കഴിഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ മഹർഷി ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. 60-നോടടുത്ത വർഷങ്ങളാണ് മഹർഷി ഈ മധുഘോഷ എന്ന് പറയുന്ന അപ്സരസുമായി ജീവിച്ച് തീർത്തത്. അപ്പോഴാണ് മഹർഷി മനസ്സിലാക്കുന്നത്, ഞാൻ എത്ര തപസ്സിൽ എത്ര ശ്രേഷ്ഠനായിരുന്നു, ആ ചിത്ത സംയമനത്തിൽ എത്ര ഉന്നതനായിരുന്നു. എൻ്റെ ആ ലക്ഷ്യത്തോട് ഞാൻ അടുത്തു വന്നിരുന്ന സമയത്താണല്ലോ ഇവൾ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിലെ തപശ്ചര്യകളെല്ലാം തകർത്തത് എന്ന് തോന്നിയ മഹർഷി എന്ത് ചെയ്തെന്നറിയുമോ? ആ പെൺകുട്ടിയെ ഒരു പിശാചായി നീ മാറട്ടെ, എൻ്റെ തപശ്ചര്യകളെല്ലാം, എൻ്റെ തപസ്സെല്ലാം നശിപ്പിച്ച നീ ഒരു പിശാചായി മാറട്ടെ എന്ന് ശപിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇത് ഭയങ്കരമായിട്ട് വേദനയോടുകൂടി, അങ്ങ് എന്നോടൊപ്പം സന്തോഷമായി നമ്മൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ കാരണം അദ്ദേഹത്തിൻ്റെയും കൂടി താല്പര്യത്തിലാണ്. പെൺകുട്ടി മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം അവിടെ വന്ന് തപസ്സിളക്കിയെങ്കിലും തപസ്സിൻ്റെ ഇളക്കം സംഭവിച്ചതിന് ശേഷം ഇത്രയും കാലം അത്രയും സുഖത്തോടെ സന്തോഷത്തോടെ രണ്ടുപേരും ജീവിച്ചതല്ലേ. അപ്പോൾ എന്നെ മാത്രം അവിടുന്ന് ശപിച്ച് കുറ്റപ്പെടുത്തി, എനിക്കിതിനൊരു ശാപമോക്ഷം തരൂ ഭഗവാനെ, നമ്മൾ ഇത്രയും കാലം സന്തോഷിച്ച് ജീവിച്ചതല്ലേ, അങ്ങ് എന്നെ കുറ്റപ്പെടുത്തിയത്, അങ്ങ് എന്നെ ശപിച്ചത് ഉചിതമാണോ എന്ന് ചോദിച്ച് ആ കേഴുന്ന പെൺകുട്ടിയുടെ ആ നിൽപ്പ് കണ്ടിട്ട് ഈ മേധാവി മഹർഷിക്ക് കുറ്റബോധം തോന്നുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ആ പടുകുഴിയിൽ വീണതിനെ കുറിച്ച് പെട്ടെന്ന് ഓർക്കുമ്പോൾ
തൻ്റെ തപശ്ചര്യ തന്നെയാണ് വലുത്. എത്ര വർഷം, ഒരു നൂറ്റാണ്ട് കണക്കിന് ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ജീവിച്ചാലും അതെന്നാ മതി വരുന്നത്? അതിനെന്ത് വിലയുണ്ട്? തപശ്ചര്യകളും വെച്ച് നോക്കുമ്പോൾ അതും എവിടെ നിൽക്കുന്നു, ഇതെവിടെ നിൽക്കുന്നു? അപ്പോൾ ഇതൊരു നിസ്സാരമായ ജീവിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാം ആ ആത്മീയ പുരോഗതിയും എൻ്റെ ശക്തിയെല്ലാം ഞാൻ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഈ മഹർഷി കുറ്റബോധം അന്നേരം തോന്നിയ ആ ദേഷ്യം കൊണ്ടാണ് ശപിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നിയിട്ട് അദ്ദേഹം ഉടനെ പറയുകയാണ്, നിന്റെ പൈശാചികമായ, ഞാൻ ശപിച്ചത് ഏതായാലും സംഭവിക്കും, പക്ഷെ നിന്റെ പൈശാചികമായിട്ടുള്ള അവസ്ഥ മാറുവാൻ നീ എന്ത് ചെയ്യണം? ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി എടുക്കുക. അപ്പോൾ അതിനുശേഷം നീ പവിത്രയായി മാറി നിനക്ക് പഴയ രൂപം ലഭിച്ച് നീ നിന്റെ ലോകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ പിതാവായിട്ടുള്ള ചവന മഹർഷിയുടെ അരികിലേക്ക് ചെന്നിട്ട് മാപ്പപേക്ഷിക്കുന്നു. തനിക്ക് പറ്റിയ സംഭവങ്ങളെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ തകർച്ചയെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് കരയുന്നു. എനിക്ക് ഈ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം വേണം, എൻ്റെ വർഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ പെട്ടുപോയി, ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ ഞാൻ അധാർമിക ജീവിതമൊക്കെ നയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ ശമന മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ മകനോട്, ഇതേ വ്രതം തന്നെ എടുക്കുവാൻ, ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി എടുക്കൂ മകനെ. നിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നീ വീണ്ടും ആത്മതേജസ്സോടുകൂടി നിനക്ക് ജീവിക്കാൻ കഴിയും. നീ പഴയ തേജസ്സിൽ തന്നെ, നീ എവിടെയായിരുന്നോ ആത്മീയതയിൽ എത്തിയത് അവിടെ തന്നെ നീ എത്തി, അതിന് തുടർച്ചയായിട്ട് നിനക്ക് ഇനി ജീവിക്കാൻ കഴിയുമെന്ന് മഹർഷി ഉപദേശിക്കുകയാണ്. അങ്ങനെ ഈ മധുഘോഷ ആ വ്രതം അനുഷ്ഠിക്കുകയും ആ പൈശാചികമായിട്ടുള്ള ആ ഒരു രൂപം സ്വഭാവമെല്ലാം മാറി വീണ്ടും സുന്ദരിയായ അപ്സരസായി കന്യകയായി മാറി അവരുടെ ലോകത്തേക്ക് ആ കുട്ടി പോവുകയും മഹർഷി ആയ മേധാവി വീണ്ടും തൻ്റെ തപസ്സ തുടരുകയും ആത്മീയമായ ശക്തി സംഭരിച്ച് ആ പാപങ്ങളിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇത് പാപമോചിനി ഏകാദശി എന്ന പേരിൽ തന്നെ ഈ ചൈത്രമാസ കൃഷ്ണപക്ഷ ഏകാദശി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഏകാദശി വ്രത മാഹാത്മ്യ കഥ നമ്മളത് കേൾക്കുകയും ഏകാദശി ദിവസം വീണ്ടും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഏകാദശിയുടെ പ്രാധാന്യം നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയ പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ആത്മീയ തേജസ്സിന്റെ ഉഗ്ര ശിവശക്തിയുടെ സംഭരിച്ച് ഉഗ്ര തപസ് അനുഷ്ഠിച്ചിരുന്ന ആള് വെറും ഒരു പെൺകുട്ടിയോടൊത്ത് ജീവിക്കുക 10-60 വർഷം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എത്ര വലിയൊരു തെറ്റും പാപമൊക്കെയാണ് അവിടെ നടന്നത്. അപ്പോൾ ആ ആത്മീയത മൊത്തം ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി, അവളുടെ പ്രേമത്തിന് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശിവഭഗവാനിൽ നിന്ന് കിട്ടുന്ന ശാപമൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ആരെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവരെ നിശേഷം ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഭൗതിക ജീവിതം മതി, ആത്മീയതയിൽ ഒരു സന്തോഷവും ഇല്ല, ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ശപിക്കുകയൊന്നുമില്ല, അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നല്ല ചുട്ട അടി തരും ജീവിതത്തിൽ, ശാപമൊന്നും ചുരിയില്ല. നമുക്കൊരു പരീക്ഷണം തന്നിട്ട് വീണ്ടും വീണ്ടും നല്ല പ്രഹരം തന്നിട്ട് വീണ്ടും ഭഗവാൻ അടിച്ചടിച്ച് ഭഗവാന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഇപ്പം എന്തെല്ലാം പാപമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാൻ ഏറ്റവും ഒരു പൈശാചികമായ ഒരു ശാപം കിട്ടിയത് പോലും കഴുകിക്കളഞ്ഞു. അപ്പോൾ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ പറ്റിയ ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. അപ്പോൾ ഇനി ഇതിൻ്റെ പാരണ സമയം കൂടി നമുക്ക് നോക്കാം. 26-ാം തീയതി നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അവർ 27-ാം തീയതി രാവിലെ 6:25-നും 8:51-നും ഇടയിലാണ് പാരണ എടുക്കേണ്ടത്. നമ്മൾ വൈഷ്ണവ ഏകാദശി ആചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മറ്റ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർ ആദ്യ ദിവസം, അതായത് ചൊവ്വാഴ്ച ദിവസം തന്നെ മാർച്ച് 25-ന് ഏകാദശി അനുഷ്ഠിച്ചിട്ട് പിറ്റേ ദിവസത്തെ പാരണ സമയം നോക്കി അതിനനുസരിച്ച് പാരണ എടുക്കണം. ഈ ഏകാദശി ദിവസം ഹരിവാസര സമയത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഒരുപോലെ ഭൂമിയിൽ വ്യാപരിക്കുന്ന, അതായത് തൻ്റെ ഭക്തർക്ക് ഒരുപോലെ
ആരൊക്കെയാണോ വ്രതം അനുഷ്ഠിച്ച് ഭഗവത് സേവയിൽ ഭഗവത് നാമത്തിൽ ഉറച്ചിരിക്കുന്നത് അവർക്കെല്ലാം അനുഗ്രഹം ചൊരിയാൻ വേണ്ടി ദേവിയും ഭഗവാനും ഒരുപോലെ ഭൂമിയാകുന്ന മൃത്യുലോകത്തിലെത്തി അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ഹരിവാസര സമയം. ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് മാർച്ച് 25 ചൊവ്വാഴ്ച രാത്രി 10 മണി മുതൽ ബുധനാഴ്ച രാവിലെ 9:16 വരെയാണ് ഹരിവാസര സമയം. ഈ സമയത്ത് അഖണ്ഡ നാമജപങ്ങളും ഉണർന്നിരുന്ന് ഭഗവാനെ ഭജിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്, വളരെ ശ്രേയസ്കരമാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കും. ഈ ഏകാദശി എന്തിനാണ് എടുക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ ഫലം ഒട്ടും ഒരു അല്പം പോലും അതിൽ കുറവ് വരില്ല. അങ്ങനെ ഹരിവാസര സമയം തിഥി, ഏകാദശിയുടെ തിഥി ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പാരണ സമയവും പറഞ്ഞു. അങ്ങനെ ഏകാദശി, ഈ പാപമോചിനി ഏകാദശിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഏകാദശി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രിയ ഭക്തർക്ക് എല്ലാവർക്കും അറിയാം. ദശമി ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചിട്ട് മറ്റു നേരങ്ങളിൽ ലഘുഭക്ഷണങ്ങൾ, ഫലങ്ങളോ കിഴങ്ങുവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കുക. ഏകാദശി ദിവസം ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ജലം പോലും കുടിക്കാതൊന്നും എടുക്കാൻ പാടില്ല. ജലം കുടിക്കുക, കുടിച്ച് ഏകാദശി എടുക്കുക. ആരോഗ്യമുള്ളവർ, ആരോഗ്യം ഇച്ചിരി മോശമായിട്ടുള്ളവർ എന്തെങ്കിലും ഫലങ്ങളൊക്കെ കഴിക്കുക, ധാന്യങ്ങൾ കഴിക്കാതിരിക്കുക. 2 ദിവസവും ഏകാദശി എടുക്കുന്നത് ഉത്തമമാണ്. അതല്ല ദശമി ഏകാദശി ദിവസം ചൊവ്വാഴ്ച എടുക്കുന്നില്ല, ബുധനാഴ്ച മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ ആ ദിവസം ഏകാദശിയായിട്ട് ആചരിക്കുക. എപ്പോഴും ശുദ്ധമായി തന്നെ ഇരിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, ശുദ്ധ ആഹാരം കഴിക്കുക, പകൽ ഉറങ്ങാതെ ഇരിക്കുക. ഏകാദശി ദിവസങ്ങളിൽ മുടിയും തടിയും അതുപോലെ നഖവും ഒക്കെ വെട്ടാതിരിക്കുക. ഏകാദശി പുരുഷന്മാർക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്രതമാണ്. അവിടെ സ്ത്രീ പുരുഷൻ ശരീരത്തിനാണ് വ്യത്യാസം, ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം ഏകനായ പരമ്പൊരുളായ ഭഗവാന്റേതാണ്. അപ്പോൾ പുരുഷനായി ജനിച്ചാലും സ്ത്രീയായി ജനിച്ചാലും ഏകാദശിയുടെ പുണ്യം ലഭിക്കുന്നത് ആത്മചൈതന്യത്തിനാണ്. പുറമേ കാണുന്ന യൂണിഫോമാണ് വ്യത്യസ്തമായ ശരീരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഏകാദശി എടുക്കുവാൻ കഴിയട്ടെ. പാപമോചിനി ഏകാദശി എടുക്കുവാൻ കഴിയാത്തവർ ആ ദിവസങ്ങളിൽ ഭഗവത് നാമത്തിൽ ഭഗവാനെ നാരായണ നാമം ജപിക്കുകയോ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം അത് ജപിക്കുകയോ ഭഗവത്ഗീത പാരായണം ചെയ്യുകയോ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാം, നാരായണീയം പാരായണം ചെയ്യാം, ജ്ഞാനപ്പാന ആലപിക്കാം. അതുപോലെ തന്നെ സത്സംഗങ്ങളിലൊക്കെ ഏർപ്പെടാം, സത്തുക്കളുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാം. ഭഗവത് സേവനത്തിൽ, ഭഗവത് സേവയിൽ ആ ദിവസങ്ങൾ ധന്യമായി തീരട്ടെ. എല്ലാവർക്കും ഏകാദശി, പാപമോചിനി ഏകാദശി എടുക്കുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഭഗവത് സേവയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.